തല്ലുമാല അല്ലെങ്കിൽ കല്ലുമാല, ഇതൊക്കെയാണ് വിമർശകന്മാർക്ക് വേണ്ടി സമുദായം കരുതി വച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ അൺപോപ്പുലർ ആവാൻ തൻ്റെ ഇടമുള്ള, ധൈര്യമുള്ള, ആഗ്രഹമുള്ള ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ഊടുപാതയാണ് വിമർശകൻ്റെ ജീവിതം. ഇതൊരു രാജപാതയല്ല. ഞാൻ ഓർക്കാണ് വി ടി ഭട്ടതിരിപ്പാട്. അദ്ദേഹം എഴുത്തുകാരനായിരുന്നു, സാഹിത്യ സാംസ്കാരിക സമുദായ വിമർശകനായിരുന്നു. അദ്ദേഹം ആത്മകഥയിൽ ഒരിടത്ത് ഒരു കമൻ്റ് നടത്തുന്നുണ്ട്. വി ടിയെ കാണുമ്പോൾ നമ്പൂതിരി ഭവനങ്ങളിലെ വാതിലുകൾ അടയും എന്ന് പറഞ്ഞാൽ, സ്വീകരിച്ച് സൽക്കരിച്ച് വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞ് വാതിൽ തുറന്ന് സ്നേഹപൂർവ്വം സ്വീകരിക്കുകയല്ല, വാതിൽ അങ്ങനെയുള്ളൂ, മുഖത്ത് വാതിൽ അടയ്ക്കുക എന്ന് പറയും. അങ്ങനെ ആ തരത്തിൽ എന്താ വീട്ടിക്ക് വാതിൽ തുറക്കാതിരിക്കാൻ കാരണം, വീട്ടിൽ കാണുമ്പോൾ വാതിൽ അടയ്ക്കാൻ കാരണം വീട്ടിൽ ഭ്രഷ്ടനാണ്, പുറത്താക്കപ്പെട്ടവനാണ്, പരിത്യക്തനാണ്. വാസ്തവത്തിൽ ഈ വിമർശകന്മാരുടെ കുലം എന്ന് പറയുന്നത് ഭ്രഷ്ടന്മാരുടെ കുലമാണ്. തിരസ്കൃതരുടെ കുലമല്ല, പുരസ്കൃതരുടെ കുലം. അല്ല, സോറി, വാക്ക് മാറിയില്ല, ക്ഷമിക്കണം. പുരസ്കൃതർ, ഞാനിപ്പോ സാഹിത്യ അക്കാദമി പുരസ്കാരം സാഹിത്യ അക്കാദമിക്കാരിൽ വന്നിരിക്കുകയാണ്. വാസ്തവത്തിൽ പുരസ്കാരമല്ല, നിരന്തരം തിരസ്കരിക്കപ്പെടുക എന്നത് വിമർശകന്റെ വിധിയാണ്. ഞാൻ ഭ്രഷ്ടനെ പറ്റി പറഞ്ഞു. ഭ്രഷ്ടന്മാർ ഇപ്പോൾ വലിയ ആളുകൾ പലരും ഭ്രഷ്ടന്മാരാണ്. അപ്പോൾ മാർക്സ്, ഞാൻ മാർക്സിൻ്റെ കുലത്തിൽപ്പെട്ട ആളാണെന്ന് പറയണ്ട, ശ്രമിക്കണം. മാർക്സ് ഭ്രഷ്ടനായിരുന്നു, എല്ലാ കാലത്തും ഭ്രഷ്ടനാണ്. വീട്ടിൽ നിന്ന് ഭ്രഷ്ടൻ, നാട്ടിൽ നിന്ന് ഭ്രഷ്ടൻ, ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളിൽ നിന്നും ഭ്രഷ്ടൻ. അങ്ങനെ ആട്ടി ഓടിക്കപ്പെട്ടവനാണ്, വേട്ടയാടപ്പെട്ടവനാണ്, എവിടെയും നിൽപ്പുറയ്ക്കാത്തവനാണ്, പാർപ്പുറപ്പിക്കാൻ കഴിയാത്തവൻ. മാർക്സിൻ്റെ ഭ്രഷ്ടതയ്ക്ക് കാരണം എന്താ? മാർക്സ് വിമർശകനാണ്. മാർക്സ് ആദ്യം തന്നെ ചെയ്തെന്താണല്ലോ, മാർക്സിൻ്റെ കന്നിക്കൃതി എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ വിമർശിക്കുക. അദ്ദേഹത്തിൻ്റെ ഗുരു മാത്രമല്ല, ജർമ്മൻ യൗവനം ചിന്ത എന്താ ഞാൻ പറയുക, ഒരു എന്താ പറയുക, ധൈഷണിക യൗവനം, ജർമ്മനിയിലെ ബൗദ്ധിക യൗവനം മുഴുവൻ ഗുരുവായി കണക്കാക്കിയിരുന്ന മാർക്സും ഗുരുവായി കണക്കാക്കിയിരുന്ന ഹെഗൽ, ആ ഹെഗലിനെ വിമർശിച്ചുകൊണ്ടാണ് മാർക്സ് തൻ്റെ വിചാര ജീവിതം ആരംഭിക്കുന്നത്. അപ്പം ഇങ്ങനെ ഗുരു നിന്ദാന്ന്, ഞാൻ നിങ്ങളെല്ലാവരും എന്നെ ഒരു അധ്യാപകൻ എന്നുള്ളവർക്ക്, ഗുരു എന്നുള്ളവർക്ക് എന്താ നല്ല വാക്കുകൾ പറഞ്ഞു. പക്ഷെ ഞാനങ്ങനെ എൻ്റെ ഗുരുനാഥന്മാരെ പറ്റി നല്ല വാക്ക് പറഞ്ഞ ആളല്ല. ഗുരു നിന്ദ, ഗുരു പൂജയല്ല, ഗുരു നിന്ദ. ഗുരുവിൻ്റെ പാദം